നമുക്ക് പെർഫെക്റ്റ് പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെയും റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചരി ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റേഷൻ അരിയാണ് ഉപയോഗിക്കുന്നത്, റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെഷർമെൻ്റൊക്കെ 1 കപ്പിനനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉഴുന്നും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 4-5 മണിക്കൂറോളം നല്ല പോലെ നമ്മൾ സോക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അരി ഉഴുന്നൊക്കെ നല്ല പോലെ കുതിർന്ന് വന്നതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് മാറ്റി കൊടുക്കുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചോറും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഒട്ടും തരി പാടില്ല. അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുകയും വേണം. നമ്മുടെ ദോശമാവൊക്കെ അരക്കുന്ന ആ പരുവത്തിൽ തന്നെയാണ് ഇതൊന്ന് അരച്ചെടുക്കേണ്ടത്. ഇനി നമ്മൾ ഇതിലോട്ട് ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, 2 വെളുത്തുള്ളി, അതുപോലെ 2 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുൻപ് ചേർക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് അരഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത്, ഈ അപ്പം കഴിക്കുന്ന സമയത്ത് തേങ്ങയുടെ ചെറിയ ഇത് കടിക്കാൻ വേണ്ടി നമുക്ക് കിട്ടണം ആ തരികൾ. അപ്പോൾ അത് നല്ലപോലെ അരഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇത് അരി നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം ഇതും കൂടെ ചേർത്തിട്ട് അരക്കുന്നത്. അപ്പോൾ തേങ്ങ നല്ലപോലെ അരഞ്ഞു പോവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് ആവശ്യം ഇതുപോലുള്ളൊരു സ്റ്റീൽ പ്ലേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് നമ്മൾ അപ്പം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള അരികൊക്കെ നന്നായിട്ടുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഏത് കുക്കിംഗ് ഓയിലാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഒന്ന് ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ബാറ്ററി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വെള്ളം തിളച്ച് ആവി വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പ്ലേറ്റ് അതിലോട്ട് വെച്ച് കൊടുക്കുക. ഈ അപ്പത്തിൻ്റെ പ്ലേറ്റ് നമ്മൾ ഒഴിച്ച് വെച്ചത് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു 25-20 മിനിറ്റോളം നല്ല പോലെ സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. ആ സമയത്തിനുള്ളിൽ നമുക്ക് പാല് തയ്യാറാക്കണം. അപ്പോൾ ഞാൻ 1 തേങ്ങയുടെ മുഴുവൻ പാലും ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറിയൊരു ബൗൾ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ. ഇത് പാല് തയ്യാറാക്കുന്ന സമയത്ത് പാലൊന്ന് കുറുകി കിട്ടാൻ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് 2 അച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അത് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ 1-ാം പാലും 2-ാം പാലും ഒന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടില്ല, ഒറ്റ പാല് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. അതൊന്ന് നല്ല പോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരിപ്പൊടിയുടെ മിക്സും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. അതൊന്ന് തിളച്ച് ഒന്ന് തിക്കായി വരുമ്പോഴേക്കും 2 ഏലക്കയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ ചുക്ക് പൗഡറും കൂടെ ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. ആ ഒരു പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ അരിപ്പൊടി ചേർത്തത് കൊണ്ട് ഇതൊന്ന് തിക്കായി കിട്ടും. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് പാല് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉൾവശമൊക്കെ നല്ലപോലെ കുക്കായി വന്നോന്നറിയാം. ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുന്നുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് അപ്പം തന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ആ ചൂടൊക്കെ പോയതിന് ശേഷം വേണം നമുക്ക് ഈസി ആയിട്ട് ഇതൊന്നും മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പാൽ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പാൽ ഒഴിക്കുന്ന സമയത്ത് നല്ല പോലെ കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മുടെ അപ്പവും പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലാണ്. അതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് ഈ അപ്പം ഇരിക്കുക, ഒട്ടും സോഫ്റ്റ് ആയിരിക്കില്ല നമ്മുടെ പെസഹ അപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള പെസഹ അപ്പവും പാലും കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി പെസഹ അപ്പവും പാലൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് പെർഫെക്റ്റ് ആവാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഈസി മെത്തേഡുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും പാലും കിട്ടുകയും ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കണേ. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.